ഞാൻ ഡോക്ടർ ഹരി മേനോൻ, VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ കോസ്മെറ്റിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടറാണ്. എക്സ്ക്ലൂസീവ്ലി കോസ്മെറ്റിക് സർജറി മാത്രം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. എപ്പോഴൊക്കെയാണ് കോസ്മെറ്റിക് സർജറി ചെയ്യാൻ പറ്റാത്തത്? അതിനെന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ? ആരൊക്കെയാണ് ഇത് ചെയ്യാൻ പാടില്ലാത്തത്? വളരെ ചുരുക്കം അവസരങ്ങളിൽ ചിലർ നമ്മളോട് ഈ സർജറിയെ കുറിച്ചെല്ലാം സംസാരിച്ച് ചെയ്യണമെന്ന് തീരുമാനിച്ച് ചെയ്യുമ്പോൾ ഈ ഓപ്പറേഷന് ഗ്യാരണ്ടി ഉണ്ടോ, ഗ്യാരണ്ടി ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു ഓപ്പറേഷനാണ്, മെഡിക്കൽ പ്രൊസീജിയറാണ്, നമ്മൾ മനുഷ്യ ശരീരത്തിലാണ് ഇത് നടക്കുന്നത്, മെഷീനല്ല, ഒരു ലെയ്ത്തിൽ നമ്മൾ ഷേപ്പ് ചെയ്യുന്ന പോലെ അല്ല ഇത്. അപ്പോൾ ഇതിനങ്ങനെ നമുക്ക് ഗ്യാരണ്ടീസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. എന്താണ് സർജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാം. അതിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ വരാവുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷേ യാതൊരു രീതിയിലുള്ള ഗ്യാരണ്ടി നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഗ്യാരണ്ടി കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നിർബന്ധിക്കുന്ന ഒരാളോട് നമ്മൾ പറയും, സോറി, നമുക്കിത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ വളരെ റെയറായിട്ട് ചില ആൾക്കാർ എല്ലാം ഇൻ്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും എല്ലാം പഠിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ അടുത്ത് വന്ന് പറയും, ഡോക്ടർ, എനിക്ക് ഇന്നതാണ് പ്രശ്നം, എനിക്ക് താങ്കളിൽ നിന്ന് ഇന്നതാണ് ആവശ്യം, ഈ പ്രൊസീജിയർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വളരെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഇങ്ങോട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്ന വളരെ അപൂർവമായിട്ട് ചിലർ വരാറുണ്ട്. അങ്ങനെയുള്ളവരോട് നമ്മൾ പറയും, പറ്റില്ല സുഹൃത്തെ, നമുക്ക് പറ്റില്ല. ഞാനൊരു ഡോക്ടറാണ്, എനിക്ക് എൻ്റെ ജഡ്ജ്മെൻറ്റും എൻ്റെ കഴിവും എൻ്റെ സ്കില്ലും ഉപയോഗിച്ചാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സർജിക്കൽ പ്ലാനാണ്. ഒരാളുടെ മാത്രം ഒപ്പീനിയൻ വെച്ച് ഇന്നതേ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവരോട് നമ്മളിത് നോ എന്ന് തന്നെ പറയേണ്ടി വരാറുണ്ട്.